ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബോക്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു സ്റ്റീം അയൺ ബോക്സ് ആണ്. നമുക്ക് ഹോം ബൊട്ടിക്ക് നടക്കുന്നവരാണെങ്കിലും ഷോപ്പിൽ ബൊട്ടിക്കായിട്ട് നടത്തുന്നവരാണെങ്കിലും ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് മേടിക്കുന്നത്. നമുക്ക് സാധാ അയൺ ബോക്സ് വെച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റായിട്ടിരിക്കും. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്സും ഇതിൻ്റെ യൂസേജും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതിൻ്റെ പാർട്സ് ഓരോന്നായിട്ട് കാണാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക്. ഇതിനകത്താണ് നമ്മൾ വാട്ടർ കെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് അതിൻ്റെ ഒരു ഷൂ ആണ് കേട്ടോ, അയൺ ഷൂ എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ അയൺ ബോക്സിൻ്റെ അടിയിൽ ഇതൊരു കവർ, പ്രൊട്ടക്റ്റ് കവർ പോലെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിട്ട് യൂസ് ആക്കാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ടുള്ള ക്ലോത്തൊക്കെ ചെയ്യുമ്പോൾ കയറി പിടിക്കാതെ, നല്ല ഹീറ്റിലാണല്ലോ ചെയ്യുന്നത്, കയറി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്റ്റീം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരിക്കലും തുണി നമുക്ക് കത്തിപ്പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് കേട്ടോ ഷൂ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ അയൺ ബോക്സ് ഒക്കെ നമ്മൾ ചെരിച്ച് വെക്കുകയല്ലേ ചെയ്യാറ്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. ഈ അയൺ ബോക്സ് അങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ചെരിഞ്ഞിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ചെരിഞ്ഞ രീതിയിൽ നമ്മൾ സാധാരണ അയൺ ബോക്സ് വെക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇതിരിക്കത്തില്ല. ഇതിന് നമുക്കിനി വെള്ളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കേസിൽ ഇങ്ങനെയല്ലേ വെക്കാറ്, അതങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്ത് വെക്കണമല്ലോ. നമ്മൾ ടേബിളിൻ്റെ പുറത്ത് മെറ്റീരിയൽ ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ പുറത്ത് വെക്കുമ്പം സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ്. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റായിട്ടിരിക്കുന്ന ബോക്സ് ഇതുപോലെ ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഷൂ, അയൺ ഷൂ. അതിൻ്റെ ആ ഷൂവും അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അയൺ ചെയ്യുന്ന സമയത്ത്. അതാണ് സേഫ്റ്റി. അല്ലാതെ ഉപയോഗിക്കാം, നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമ്മുടെ നോബാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്യുന്നതാണ് സ്റ്റീം വരുന്ന സ്വിച്ച്. അതിനകത്ത് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ അതിന് സെറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഓസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓസാണ്. അത് നമ്മൾ വാട്ടർ ടാങ്കിൽ കണക്ട് ചെയ്ത് പിന്നെ അയൺ ബോക്സിൻ്റെ അറ്റത്തേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെ എല്ലാ ആക്സസറീസും ഉണ്ട്. ഒരു സ്പ്രിങ് ഉണ്ട് അതിനകത്ത്, അത് ടൈറ്റ് ചെയ്യുന്ന സ്പ്രിങ് ഉണ്ട്. പിന്നെ 2 ഹോസും നമ്മുടെ വയറുണ്ടല്ലോ, അയൺ ബോക്സിൻ്റെ വയർ, അതും കൂടെ ജോയിൻ്റായിട്ട് ഒരുമിച്ച് രണ്ടായിട്ട് കിടക്കുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിനായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ഒരു കൊളുത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അയൺ ബോക്സിൻ്റെ നമ്മൾ ഈ ഓസ് പിടിപ്പിക്കുന്നത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അത് ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം ഓസിൻ്റെ ഒരറ്റം എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന സ്പ്രിങ് ഇട്ട് കൊടുക്കുക. ഈ സ്പ്രിങ് നമുക്ക് ആ ഓസ് നമ്മൾ അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പം ടൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ കയറ്റാൻ നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ച് ഓയിൽ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തതിന് ഓസിൻ്റെ അറ്റത്തും ആ നോബിനറ്റത്തും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഈസി ആയിട്ട് അത് കയറി കിട്ടിയിട്ടോ. ഇനി നമുക്കിതുപോലെ ആ സ്പ്രിങ് ഒന്ന് ഇട്ട് കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് ആണല്ലോ അതിനൊരു ടൈറ്റ് വരുന്നത്. ആ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് നഖം വെച്ച് താഴത്തേക്ക് ഇതുപോലെ വലിച്ചിടുക കേട്ടോ. അപ്പം നമ്മൾ ആ ഓസ് വിട്ടുപോകാതെ ടൈറ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. പിന്നെ നമ്മുടെ വയറും ഈ പൈപ്പ് ഉണ്ടല്ലോ, വെള്ളം വരുന്ന പൈപ്പും കൂടെ ജോയിൻ ചെയ്യാനുള്ള കൊളുത്താണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതൊരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരെണ്ണം ഒരു സൈഡിലേക്കാണെങ്കിൽ മറ്റേ കണക്ട് ചെയ്യുന്ന സ്ഥലം അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇതുപോലെ അത് വെച്ച് കൊടുത്ത് രണ്ടും ജോയിനാക്കി വെച്ച് കൊടുത്ത് കണക്ട് ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ ഓരോ ഗ്യാപ്പ് ഇടവിട്ട് നമുക്കത് കണക്റ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കുള്ളതിനനുസരിച്ച് കണക്റ്റാക്കി കൊടുക്കുക. പിന്നെ അറ്റത്തേക്ക് വരുമ്പം ഇച്ചിരി ഫ്രീ ആയിട്ട് ഇടുകയാണെന്നല്ല, നമുക്ക് അതിലെ പ്ലഗും അയൺ ബോക്സും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. ബാക്കി എല്ലായിടവും ജോയിനായിട്ട് തന്നെ വെക്കുക കേട്ടോ. പിന്നെ ടാങ്കിന് നമുക്ക് ഇതുപോലൊരു നോബുണ്ട്. അത് നമുക്കത് വെള്ളം വരുന്നത് അടയ്ക്കാനും തുറക്കാനും ഉള്ളതാണ്. അപ്പോൾ നമ്മളിത് സെറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അടച്ച് വെക്കാം. പിന്നെ വെള്ളമൊക്കെ എടുക്കാനുണ്ടല്ലോ. പിന്നെ ഈ
ടാങ്ക് നമുക്ക് ഹാങ് ചെയ്തിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ ഒരു ക്ലിപ്പും ഉണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ അടപ്പിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയൊരു നോബുണ്ട്, അതിൽ കൂടെ ഈ ക്ലിപ്പ് നമുക്കിതുപോലെ കയറ്റിയിടാം. അങ്ങനെ നമുക്കിത് തൂക്കി പിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു സൂചി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ അയൺ ബോക്സിൻ്റെ അടിഭാഗത്ത് സുഷിരങ്ങളുണ്ടല്ലോ വെള്ളം വരാനുള്ള, അത് അടഞ്ഞൊക്കെ പോകുമ്പോൾ ക്ലീൻ ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ ഉൾഭാഗം. ഇതിനകത്ത് 4 ലിറ്ററോളം വെള്ളം കൊള്ളൂ കേട്ടോ. ഇത് നമുക്ക് അടയ്ക്കാനും തുറക്കാനുള്ള നോബ്. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ്. ഇനി നമുക്കിത് ടാങ്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടണം, വെള്ളം നിറയ്ക്കണം. പിന്നെ നമുക്ക് അത് പ്ലഗ് നന്നായിട്ടുള്ള പ്ലഗ് തന്നെ വേണം, എർത്തൊക്കെ ചെയ്തിട്ടുള്ള നല്ല പ്ലഗ് തന്നെ വേണം കേട്ടോ. വെള്ളത്തിൻ്റെ ഉപയോഗം വരുന്നുണ്ടല്ലോ, അപ്പോൾ എർത്തിങ്ങും കാര്യങ്ങളും സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗ്രില്ല്, എനിക്കും സൗകര്യക്കുറവുണ്ട് തയ്ക്കുന്ന റൂമിൽ, അപ്പോൾ ഒരു ഗ്രില്ലിൽ കെട്ടി കമ്പി വെച്ച് കെട്ടി തൂക്കിയിട്ടേക്കാണ് ടാങ്ക്. അതുപോലെ പവർ പ്ലഗ് ഇല്ല, പവർ പ്ലഗ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പകരം ഞാൻ അതിൻ്റെ ഒരു അഡാപ്റ്റർ, പവർ പ്ലഗിൻ്റെ അഡാപ്റ്റർ യൂസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ജാക്കിൻ്റെയൊക്കെ മെഷീൻ ഉപയോഗിക്കാൻ അഡാപ്റ്റർ ഉപയോഗിക്കാറുണ്ടല്ലോ, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടൊന്ന് ഹാങ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഓസിൻ്റെ നോബ് അഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അത് ടാങ്ക് അടച്ചു വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനകത്ത് കരടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൺ ബോക്സിലേക്ക് വന്ന സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓസ് സാധാ പോലെ ഒന്ന് നമ്മൾ പിടിപ്പിച്ചിട്ട് നമ്മുടെ നോബ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അത് അടച്ചു വെച്ചേക്കുമായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് തുറന്ന് കൊടുക്കുക കേട്ടോ. തുറന്ന് കഴിയുമ്പം താഴേക്ക് വെള്ളം വന്നോളും. പിന്നെ നമ്മൾ അയൺ ബോക്സ് ശരിക്കും ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ്, പ്രസ് ചെയ്യുമ്പോഴാണ് സ്റ്റീം വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഓണാക്കിയ ഉടനെ സ്റ്റീം വരത്തില്ല. അയൺ ബോക്സ് സാധാ രീതിയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ സ്വിച്ച് ഇട്ട് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ആ സ്വിച്ചാണ് ഇതിൻ്റെ ഓണും ഓഫും ആകണം. ഈ സ്വിച്ചാണ് ഇതിൻ്റെ ഓണും ഓഫും. ആ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് തെളിയും. അങ്ങനെ ഓണാക്കി ഇടുക. അപ്പോൾ നമ്മുടെ റെസ്റ്റിംഗ് പ്ലേറ്റിൻ്റെ മുകളിൽ എപ്പോഴും കെപ്റ്റ് ചെയ്യാൻ സൂക്ഷിക്കുക. അതിന് ശേഷം പവർ ഓണാക്കിയതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കുക. ഇനി ഇതാണ് റെഗുലേറ്റർ. അപ്പോൾ അതിൻ്റെ ഹീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററാണ്. ഒരു നോർമലി നമുക്ക് സ്റ്റീം ചെയ്യാനൊക്കെ ഒരു 2-ലൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടായി കഴിയുമ്പോൾ ഈ സ്വിച്ചിൽ പിടിച്ച് ഒന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വരും. ഈ സ്വിച്ചിൽ നോക്കുക, ചൂടായിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ സ്റ്റീം വരും അന്നേരം. അപ്പോൾ നമുക്ക് എത്ര ചുളിവുള്ള മെറ്റീരിയലാണെങ്കിലും നമുക്ക് സ്റ്റീം കൊടുത്ത് നന്നായിട്ട് തന്നെ ഇത് ഹീറ്റാക്കി എടുക്കാൻ പറ്റും. നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ എത്ര ചുളിവുള്ള മെറ്റീരിയലും സാധാരണ അയൺ ബോക്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുളിവ് അതിൻ്റെ പാട് അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൊട്ടിക്ക് ചെയ്യുന്നവർക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ആ പ്ലീറ്റ് അതുപോലെ തന്നെ പിടിച്ച് അയൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞെക്കി കൊടുത്തപ്പം സ്റ്റീം വരുന്ന കണ്ടോ. അപ്പോൾ ഇത് ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലീറ്റഡ് ഡ്രസ്സൊക്കെ തയ്ക്കുമ്പം ആ പ്ലീറ്റെല്ലാം പിടിച്ച് വെച്ചിട്ട് ഈ ബോക്സ് വെച്ചിട്ട് ഹീറ്റാക്കി എടുക്കുകയാണെങ്കിൽ ആ പ്ലീറ്റ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. അതുപോലെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ചുളുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു ചുളുങ്ങിക്കിടന്ന ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെമോ ചെയ്തതാണ്. നിങ്ങളെ കാണിക്കുന്നതിനും എനിക്കൊന്ന് ചെക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ചുളിവുള്ള ഒരു മെറ്റീരിയലായിരുന്നു. പക്ഷേ സ്റ്റീം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ സ്വിച്ചിലൊന്ന് ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് മേടിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ചോദിച്ചു ഇത്രയും വലിയ അയൺ ബോക്സ് ആവശ്യമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ ഞാൻ ഇങ്ങനെ കുറേ നാളായി മേടിക്കണമെന്ന് ഓർക്കുന്നു. ഇതെന്തായാലും വേണം. പ്ലീറ്റഡ് ആയിട്ട് അബായൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ സ്റ്റോൺ ചെയ്യുന്ന മെഷീനിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര പാടാണ്. മുകളിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല കറണ്ടും ആകും അതിന് ഓണായി വന്നെങ്കിൽ. അപ്പോൾ അതിന് മെനക്കെടാൻ പാടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. പിന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് കുർത്തയൊക്കെ ചെയ്യുമ്പോഴും അയൺ ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് മേടിച്ചതാണ്. പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഉപയോഗം ഹസ്ബൻഡിനാണ് കേട്ടോ. ഷർട്ടൊക്കെ നമുക്ക് പശമുക്കിയ ഷർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റീം കൊടുത്ത് അയൺ ചെയ്തെടുക്കാൻ നല്ല യൂസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 3100 അവർ റേറ്റ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ബില്ലടിച്ചപ്പോൾ 3050 കേട്ടോ ചെയ്തത്. ഞാൻ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്, ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് വ്യത്യാസം ഉണ്ടാവും റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പം. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു സ്ലീവാണ്. അതിൻ്റെ സ്ലീവിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്ത് നല്ല ചുളിവുണ്ടായിരുന്നു, ശ്രദ്ധിച്ചാൽ കാണാം. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പകുതി ഭാഗം പെർഫെക്ഷൻ വരുന്നത് ഈ അയണിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.